അത് ഈ ജമാഅത്തിലെ കമ്മിറ്റി അംഗങ്ങൾ അത് പോയി പരിശോധിക്കണ്ടേ? ഖുർആൻ പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, വതഹിർ ബൈതിയ ലിത്തായിഫീൻ വൽ ആകിഫീൻ വറുകഇസ് സുജൂദ്. എൻ്റെ ഭവനത്തെ നമസ്കരിക്കുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും റുക്കൂ ചെയ്യുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനത്തെ നീ ശുദ്ധിയാക്കി വൃത്തിയാക്കി സൂക്ഷിക്കണേ ഇബ്രാഹിമേ. അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ഇബ്രാഹിം നബി ഒരു പ്രവാചകൻ. അപ്പോൾ ആ പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടവരാരാണ്? ആരാണ് ആ പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത്? ഇബ്രാഹിം നബിയെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തെങ്കിൽ സൂറത്ത് തൗബയിലെ ഒരു മഹത്തായ ബൃഹത്തായ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണെന്ന് അല്ലാഹു തന്നെ പറയട്ടെ. ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹ് വൽ يوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. അല്ലാഹുവിന്റെ ഭവനമാണ്, പടച്ചവന്റെ പള്ളിയാണ്, അല്ലാഹുവിന്റെ മാലാഖമാർ സാക്ഷ്യം വഹിക്കുന്ന ഗേഹമാ, ആകാശ ലോകത്തുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഭവനമാണ്. ആ ഭവനങ്ങളുടെ പരിപാലകർ ആരായിരിക്കണം? അതിന്റെ ഖാദിമീങ്ങൾ ആരായിരിക്കണം? അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരായിരിക്കണം? പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാകട്ടെ ആ പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടവർ. ഇല്ല ഇല്ല, അല്ലാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിച്ചത് കൊണ്ട് മതിയാവുകയില്ല. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്, വൽ യൗമൽ ആഖിരി, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാകട്ടെ ആ പള്ളിയുടെ ചുക്കാൻ പിടിക്കേണ്ടത്, പള്ളിയുടെ കമ്മിറ്റി ഓഫീസിന്റെ താക്കോല് കൈമാറേണ്ടത് അല്ലാഹയെ വിശ്വസിക്കുന്നവരാണ്. ലോകത്തുള്ള സകലമായ മനുഷ്യരും അല്ലാഹയെ വിശ്വസിക്കുന്നവരാ, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ നാളെ ഒരു പുനർവിചാരണയുണ്ടെന്ന് വിശ്വസിക്കാത്തവർ അധികം പേരും നമ്മുടെ നാട്ടിലുണ്ട്. നാളെ ഒരു വിചാരണയുണ്ട്, നാളെ ഒരു പുനർജന്മമുണ്ട്. അവിടെ വിചാരണയാണ്, ഹിസാബാണ്, മീസാനാണ്. അവിടെ സ്വർഗമാണ്, നരകമാണ്. അവിടെ സിറാത്ത് എന്ന പാലത്തിലൂടെ കയറേണ്ടി വരും. അവിടെ വഞ്ചകന്മാരെ പിടിച്ചു നിർത്തപ്പെടും. അവിടെ ധർമ്മവും അധർമ്മവും വേർതിരിയുന്ന സ്ഥലമാണ്. സത്യവും മിഥ്യയും അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. അവിടെ എന്താണ് ഹക്കും ബാത്തിലും അവിടെ വെല്ലുവിളിക്കുകയാണ്. ആ സന്ദർഭത്തെ, ആ മൈസറ വൻസഭയെ ആരാണോ ഭയപ്പെടുന്നത് അവർക്ക് നിങ്ങൾ പള്ളിയുടെ താക്കോല് കൈമാറണേ. ആഖിറത്തെ ഭയമില്ലാത്തവരുടെ കൈകളിൽ അല്ലാഹുവിന്റെ പള്ളിയുടെ താക്കോല് കൊടുക്കരുതേ, കൊടുക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ പൊതുസമൂഹമേ എന്നോടും നിങ്ങളോടും നൽകുന്ന താക്കീതാണ്. വിശ്വാസം മാത്രം പോരാ, മൻ ആമന ബില്ലാഹ് പോരാ. അള്ളാഹിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അള്ളാഹ് വിശ്വാസമുണ്ട്. അള്ളാഹ് വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെ 2-3 ക്വാളിറ്റി പറയുന്നുണ്ട്. എന്തുവന്ന്? വൽ യൗമിൽ ആഖിർ, ആഖിറമുണ്ടടാ, ആഖിറമുണ്ടടാ. പള്ളിയിൽ നിന്നൊരു മുട്ടു സൂചി നീ കടത്തിക്കൊണ്ടുപോയവനാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അത് ഹാജരാക്കാതെ ആദമിന്റെ മോനെ നിന്റെ പാദം നാളെ ചലിപ്പിക്കാൻ സാധ്യമല്ല. ഈ ദുനിയാവിൽ വെച്ച് ഏതെങ്കിലും കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി പരിക്കേൽപ്പിച്ചാൽ പോലും ആ 2 ആടിനെയും മൈസറാ വൻസഭയിലേക്ക് ഹാജരാക്കുകയും കൊമ്പില്ലാത്ത ആടിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, ആ കൊമ്പുള്ള ആടിനെ കുത്തി നീ പരിഹാരം കാണണേ, പ്രതിഷേധം തീർക്കണേ, നിന്റെ അവനോടുള്ള വിദ്വേഷത്തിന് തിരശീലയിടണേ എന്ന് നീതിന്യായ കോടതിയുടെ മുന്നിൽ അല്ലാഹു ഈ കാണുന്ന മൃഗങ്ങളെ പോലും ഒരുമിച്ച് കൂട്ടുമെങ്കിൽ ആഖിറത്തെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരൊറ്റ മനുഷ്യന്റെ കൈകളിലും പള്ളിയുടെ താക്കോല് നിങ്ങളെ ഏൽപ്പിക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ
അത് ഏൽപ്പിച്ചാൽ ഏൽപ്പിക്കുന്നവന്റെ അമലും അല്ലാഹു എടുത്തു കളയും. നമ്മളിപ്പോ കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുന്നു, നിസ്കാരമില്ല, ഇബാദത്തുമില്ല, വഞ്ചകനും തമ്മാടികളുടെയും കൈകളിൽ നിഷ്പക്ഷമതികളായ ആളുകളെ ഏൽപ്പിക്കുന്നു എങ്കിൽ അവൻ ചെയ്ത തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവന് സപ്പോർട്ട് ചെയ്ത് അധികാരത്തിന്റെ കസേരയിലേക്ക് കയറ്റിയിരുത്തിയ ഈ സാധുക്കളായ നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. മാറി നിൽക്കാൻ പറയും. ബാ, ആരാ ഇവരെ കയറ്റിയത്? ആ കമ്മിറ്റിയിൽ സപ്പോർട്ട് ചെയ്തവർ, കൈവക്കിയവരും വോട്ട് ചെയ്തവരൊക്കെ ഇങ്ങോട്ട് വാ, മാറി നിൽക്കാൻ പറയും. പാവം പിടിച്ച ആജിയാരും പാവം പിടിച്ച കാക്കായും പാവം പിടിച്ച ഉസ്താവന്മാരൊക്കെ ഇങ്ങനെ വരിക്ക് ഇങ്ങനെ നിൽക്കും. എന്തിനാ സംഭവം? ഇവനെ കയറ്റി കമ്മിറ്റിയിൽ കയറ്റിയിരുത്തി അവൻ അവിടെ നിന്ന് അടിച്ചു മാറ്റി ഒരു പേപ്പർ കഷ്ണം, ഒരു മുട്ടുസൂചി എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ ഇത് അള്ളാന്റെ മുന്നിൽ കൊണ്ടുവരണം, ഇല്ലാതെ ഒരു രക്ഷയില്ല. കോടതി അതാ. അതുകൊണ്ട് അള്ളാഹ് മൻ ആമന ബില്ലാ എന്ന് പറഞ്ഞു നിർത്തിയില്ല. രണ്ടാമത് പറഞ്ഞ വാക്കെന്താ? വൽ യൗമിൽ ആഖിർ, ആഖിറത്തെ കൂടി ഭയപ്പെടണമെന്നാ. തീർന്നില്ല. അത് മാത്രല്ല പറഞ്ഞു, പിന്നെയും പറഞ്ഞ വാക്കണ്ട, ഒന്നും കൂടെ അല്ല വീണ്ടും ഒന്നുണ്ട് അവസാനം പറയുന്നുണ്ട്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അവർ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടുകയേ ഇല്ല. നമസ്കാരം നിലനിർത്തുന്നവരാകണം. സാമ്പത്തികമായി കഴിവുള്ള കമ്മിറ്റിക്കാരാണെങ്കിൽ അവരുടെ സമ്പത്തിന്റെ 2.5% അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്യണേ, സകാത്ത് കൊടുക്കണേ. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ ഭവനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അവർ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂഖിനെയും ഭയപ്പെടുകയേ ഇല്ല. അവിടെയാണ് ഒരു പോയിന്റ് കൊണ്ട് അല്ല പറഞ്ഞത്. 2 പ്രാവശ്യം അല്ല എടുത്തെടുത്ത് പറഞ്ഞു കമ്മിറ്റിക്കാരെ നോക്കിയിട്ട്. മൻ ആമന ബില്ലാഹ്, അല്ലാഹയെ ആഖിറത്തെ കൊണ്ട് വിശ്വസിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ മറ്റാരെയും പേടിക്കരുത്. 2 പ്രാവശ്യം അല്ല എടുത്തു പറഞ്ഞു. എന്നിട്ടാണ് അവരോട് പറയുന്നത് നിസ്കരിക്കണം, നോമ്പ് എടുക്കണം, സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ. അത് വേറെ. ആദ്യവും അവസാനം അല്ല പറഞ്ഞ വാക്ക് അല്ലാഹയെ പേടിക്കണം, ആഖിറത്തെ പേടിക്കണം. അല്ലാഹയെ പേടിക്കണം, ആഖിറത്തെ പേടിക്കണം. അല്ലാഹയെ അല്ലാതെ മറ്റൊരു ശക്തിയെ നീ പേടിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം നിന്റെ കൈകളിൽ അല്ലാഹ് ഏൽപ്പിച്ചത്. അവിടെ അടിച്ചു മാറ്റി അല്ലാഹ് വിടുവോ? നാളെ ഖിയാമത്ത് നാളിൽ ചില ആളുകളുടെ മലദ്വാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടി നാട്ടപ്പെടുമത്രേ. യുൻസബു ഇൻദസ്തി, അവന്റെ മൂലത്തിൽ കൊടി കുത്തി നിർത്തുന്ന ഒരു വിഭാഗം ആളുകളെ. എന്തിനാണ്? ഫയുഖാലു, പറയപ്പെടും, ഹാദിഹി ഗദ്റത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇത് ഇന്നാരുടെ മകൻ ഇന്നാരെ വേദനിപ്പിച്ചവനാണ്, ഇന്നാരുടെ മകൻ ഇന്നാരുടെ പണം അടിച്ചു മാറ്റിയവനാണ്, ഇന്ന പള്ളിയുടെ പണം കട്ടുമൂട്ടിച്ചവനാണ്, ഇന്ന മസ്ജിദിന്റെ, ഇന്ന മദ്രസയുടെ, ഇന്ന യത്തീംഖാനയുടെ, ഇന്ന അറബി കോളേജിന്റെ, ഇന്ന പഞ്ചായത്തിന്റെ, മുനിസിപ്പാലിറ്റിയുടെ പണം അടിച്ചു മാറ്റിയവനാണ്. അവർക്കുള്ള ശിക്ഷയാണ് മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ കോടാനകോടി ജനങ്ങൾ മുഴുവനും ഈ വഞ്ചകനെ തിരിച്ചറിയട്ടെ. അത് തിരിച്ചറിയുന്നതിന് വേണ്ടി അവന്റെ മലദ്വാരത്തിൽ പ്രത്യേകമായ ഒരു കൊടി നാട്ടപ്പെടുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുമ്മാന്നും അല്ല, നല്ല കമുങ്ങ് പോലിരിക്കുന്ന മൂലത്തിൽ കൊതു അല്ലാഹ് അടിച്ചു കയറ്റും. ആ ഒരു കമ്പ് എന്നിട്ട് വലിയൊരു കൊടിയും കുത്തിത്തരും. എത്ര പള്ളിയുടെ എത്ര പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടോ ക്യൂ നിൽക്കണവരൊക്കെ നാളെ മഹ്ശറിൽ. പള്ളിയുടെ മാത്രമല്ല, പള്ളി, മദ്രസ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പൊതുസ്ഥാപനങ്ങളിലെ എല്ലാം എണ്ണം വരിക്ക് നിൽക്കണം. ശുഹദാക്കളെ പോലെ അല്ലാഹ് വിടൂല. ശുഹദാക്കൾ ചെയ്ത തെറ്റല്ല മാപ്പ് ചെയ്തു തരും. പക്ഷേ ഹക്കിടപാടുകൾ അത് കൊടുത്തിട്ട് നീ അങ്ങോട്ട് സ്വർഗത്തിൽ പോയാൽ മതി. يغفر للشهيد كل ذنب إلا الدين. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശുഹദാക്കൾക്ക് അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും, പക്ഷേ ഇടപാട് അല്ലാഹു പൊറുക്കുകയില്ല. അതാണ് ഇടപാട്. ഇടപാടിന്റെ വിഷയത്തിൽ അല്ലാഹു ഉത്തരവാദിത്വമില്ല. നീ വ്യഭിചരിച്ചു, തൗബ ചെയ്ത് അല്ലാഹു പുറത്തുതരും. കള്ളു കുടിച്ചു, തൗബ ചെയ്ത് അല്ലാഹു പുറത്തുതരും. നിസ്കരിച്ചില്ല, തൗബ ചെയ്തു, അല്ലാഹുവിനോട് ചോദിച്ചു, പുറത്തു തരാം, അല്ലാഹു പുറത്തു തരാം. പക്ഷേ ഹക്കിടപാട്, പൊതുമുതൽ കൈയിട്ട് വാരി പണം അടിച്ചു മാറ്റി, അത് തീർച്ചയായും അത് അതിന്റെ സ്ഥാനത്ത് നീ കൊടുക്കാതെ അല്ലാഹു പുറത്തരൂല. നീ 10 ഹജ്ജല്ല 100 ഹജ്ജ് ചെയ്താലും ശരി, ഹജ്ജ് അതിന് പരിഹാരമല്ല.
ആരുടെയെങ്കിലും പണം വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ മരണപ്പെട്ടു പോയാൽ ഹജ്ജോ തൗബയോ അതിന്റെ മുന്നിൽ ഒരു പ്രായച്ചിത്തം അല്ലേ അല്ല. ആരാന്റെ ഹക്കടപാടുകൾ പൂർത്തിയാക്കാതെ പരിശുദ്ധമായ മക്കയിൽ കിടന്നാണ് നീ മരിച്ചതെങ്കിലും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ ആ പാവപ്പെട്ടവന്റെ ഹക്ക് നീ കൊടുത്തു വിടാത്ത കാലത്തോളം ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർക്ക് പ്രവേശിക്കാൻ അനുവാദമേ ഇല്ല. സാക്ഷാൽ ഷഹീദായവർക്ക് പോലും. പിന്നെ ബാക്കിയുള്ള കാര്യം പറയണോ? പിന്നെ പള്ളിയിൽ നിന്ന് അങ്ങനെ പൈസ അടിച്ച് മറ്റേ പറയണോ? നഊദു ബില്ലാഹ്, അല്ലാഹു അക്ബർ. തീയ മക്കളെ, തീ. എൻ്റെ പൊന്നുമോനെ, നിനക്ക് എത്ര മയത്തിസ്കരിച്ചാലും 100 കണക്കിന് ദുആ ചെയ്താലും അതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവുകയില്ല. ഇന്നമാ ഉമ്മാറു മസാജിദില്ലാഹി ഹും അഹ്ലുല്ലാഹി വഖാസതുഹു. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ ഉത്തരവാദിത്തം ആരാണോ നിറവേറ്റിയത്, ആരാണോ അത് വഹിച്ചത്, അവര് നാളെ പ്രവാചകന്മാരുടെ പട്ടികയിലാണ്. അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ സിംഹാസനം പണിത് കൊടുക്കുകയും ആ സിംഹാസനത്തിൽ അവർ ഉപവിഷ്ടരായിരിക്കുകയും അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരുമാണവർ. ആര്? ഇന്നമാ ഉമ്മാറു മസാജിദില്ലാ, അല്ലാഹുവിന്റെ പള്ളികൾ അല്ലാഹയെ ഭയന്നുകൊണ്ട് ഭരണം നിലനിർത്തിയവർ, പരിപാലിച്ചവർ, ഖിദ്മത്ത് ചെയ്തവർ, അവർ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ദാസന്മാരത്രേ. ഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു. അവർക്ക് നാളെ അർശിന്റെ തണലാണ്. അർശിന്റെ തണൽ കൊടുക്കും അല്ലാഹു തആല. അള്ളാന്റെ വീടാണ്, അള്ളാന്റെ പള്ളിയാണ്. പണ്ടൊക്കെ മഹാന്മാരായ സാലിഹ്യങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോകുമ്പോ ചെരുപ്പിടുന്നതിന് മുമ്പ് കാലൊക്കെ ഒന്ന് തള്ളി കുടഞ്ഞ് കാലിൻ്റെ അടിയിലത്തെ മണ്ണൊക്കെ ഇങ്ങനെ കുടഞ്ഞിട്ടേ ചെരുപ്പിടുള്ളൂ. എന്ത്? പള്ളിയിലത്തെ മുറ്റത്തെ പൊടിയെങ്ങാനും എൻ്റെ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി അത്രയ്ക്ക് സൂക്ഷിക്കുമായിരുന്നു. അത്രയ്ക്ക് സൂക്ഷിക്കാൻ. ഇപ്പൊ പള്ളിയിൽ നിന്ന് ചെരുപ്പ് തന്നെ അടിച്ചുകൊണ്ട് പോവാ. ഇനി അവൻ്റെ മണ്ണ് തടക്കാൻ പോകുന്നു. ഇവൻ വല്ല ഗൾഫിൽ നിന്നാണ് കുറച്ച് വരും, അല്ല 100-400 റിയാലിൻ്റെ ഒക്കെ ചെരുപ്പ് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കാണും വെച്ച് അള്ളാഹുവെ പഠിച്ചവനെ ആദ്യമായിട്ട് നമ്മുടെ പള്ളിയിൽ പോവല്ലേ, ബർക്കത്തായിട്ട് നല്ല എരുപ്പിൽ തന്നെ ഇട്ടുകൊണ്ട് പോകാമെന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തെ ആ സ്ഥാനത്ത് 2 തേഞ്ഞ് മാഞ്ഞ് എക്സ്പയർ 2 സിൽപ്പർ കാണും ഓടിയിരിക്കുന്നത്. പോയി 4000 രൂപയുടെ സാധനം പോയി. അപ്പം പിന്നെ ഉസ്താദ് ചെരുപ്പ് പോയിട്ട് ദുആ അർപ്പിച്ച ഒരേ ഒരു വ്യക്തി എന്നെ എൻ്റെ അടുത്ത് ഒരാളെന്ന് പറഞ്ഞു. അവൻ്റെ ചെരുപ്പ് കാണാതെ പോയി. 7000 രൂപയുടെ ചെരുപ്പായിരുന്നു ദുആ അറക്കാൻ പറഞ്ഞ. ഒരു ചങ്ങാതി എൻ്റെ അടുത്ത് പറഞ്ഞ് ദുആരെന്ന് കിട്ടി കേട്ടോ, ദുആരെന്ന് കിട്ടി. അതാണ് അല്ല അവൻ്റെ ഒരു വിശ്വാസം. ഭയങ്കര വിഷമം. ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ആ ചെരുപ്പ് വാങ്ങണം. ഒരു ഷൂ വാങ്ങി 7000 രൂപയുടെ. പിന്നെ ഞാൻ പള്ളിയിൽ അനൗൺസ്മെൻ്റ് ചെയ്തു, മേടിച്ചോ മര്യാദ കൊണ്ട് കൊടുത്തോ, കാലിൽ കൂടെ പുക കയറുമെന്ന് പറഞ്ഞു. പിന്നെ 3 ആഴ്ച കഴിഞ്ഞ് കൊണ്ടിട്ട് പള്ളിയിൽ. വന്നിട്ട് പറഞ്ഞ ഉസ്താദെ കിട്ടിയെന്ന്, അൽഹംദുലില്ലാഹ് സന്തോഷമായിരുന്നു. അത് ചിലരുടെയൊക്കെ ആഗ്രഹമല്ല. 2000-3000 രൂപ കൊടുത്തിട്ട് 2 ദിവസം പോലും ഇടാൻ പറ്റാതെ അത് ആരെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ ഇവനൊക്കെ നാളെ മായ്ശരെ കൊണ്ടുവരണ്ടേ ഈ ചെരുപ്പെല്ലാം. ഇത് കൊണ്ടുവരാതെ സ്വർഗത്തിൽ കയറാൻ പറ്റുമോ? പറ്റൂല, ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് പള്ളിയിലത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കൈവശമായിപ്പോയാൽ, ഇപ്പോൾ ചില ആളുകൾ അവിടെ പോയിരുന്നിട്ട് ചുമ്മാ കമ്മിറ്റി ഓഫീസിൽ പോയിരിക്കും, പേനയൊക്കെ ഒരിക്കലും എടുത്ത് വെച്ച് ചുമ്മാ വരച്ചോണ്ടിരിക്കും, വെറുതെ വരച്ചോണ്ടിരിക്കും. ഇതോടെ മറ്റേ അസ്മാടയും മറ്റേ സുലൈമാൻ്റെ കല്യാണക്കാരൊക്കെ എന്തായി? തലാക്കാര് ഒരു പേപ്പറും തന്നില്ല, അവർ പള്ളിയിൽ നിന്ന് അയച്ചെടുത്തു. ഇവൻ ചുമ്മാ വെറുതെ വരച്ചോണ്ടിരിക്കുക. ഈ 3 മിനിറ്റ് 4 മിനിറ്റ് ഈ പേന കൊണ്ട് വരച്ച് അത്രയും മഷി പാഴാക്കിയതിന് അള്ളാൻ്റെ മുന്നിൽ സമാനം പറയണം. കാരണം എന്താ? ബൈത്തുൽ മാലിലെ പേനയാണ്, എൻ്റെ പോക്കറ്റിലെ പേന അല്ല. പള്ളിയിലെ പേന ഇവന് കളം വരയ്ക്കാനുള്ളതല്ല സംഭവം, മനസ്സിലായില്ലേ? ഇതെടുത്ത് വെച്ചിട്ട് വരച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ച് ഈ മഷി കളഞ്ഞതിൻ്റെ പേരിൽ അള്ളാൻ്റെ മുന്നിൽ സമാനം. ഭയങ്കര ഹിസാബ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ കാര്യമല്ല. ഹിസാബിനെ കുറിച്ച് മാത്രം സംസാരിക്കണം. നമ്മൾ പേടിച്ചു പോകും, 1 മണിക്ക് നിൽക്കില്ല. ഞങ്ങളൊക്കെ ഇമാമത്ത് ഭയങ്കര പേടിച്ചല്ലേ നിൽക്കുന്നത്. ആദ്യം പൊക്കുന്ന മൊയ്ലിയാക്കന്മാരല്ലേ, അതല്ലേ ഭയങ്കര പേടി. നമ്മളാകെ കുടുങ്ങി കിടക്കല്ലേ. പിന്നെ നമ്മൾ ഉള്ളതാണ് ഒക്കെ പറയണ്ടേ. ഒയിലാരാന്നും പറഞ്ഞ് പറയാതിരിക്കാൻ പറ്റുമോ? ഭയങ്കര പേടിച്ചിട്ടാ. എപ്പോഴും ഏറ്റവും വലിയ നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവർക്കാണെന്നാണ് പറയുന്നത്. അല്ലോ ഭയങ്കര പേടി. ഒരു ദിവസം രാത്രി ഞാൻ കരഞ്ഞു പോയി, പഠിച്ചനെ പേടിച്ച് ഈ പണിയെ നിർത്തിയാലോ എന്ന് ആലോചിച്ച് പോയി. ശനി കച്ചവടത്തിന് പോലും കുഴപ്പമില്ല, ഹലാലായിട്ട് കച്ചവടം ചെയ്തൂടെ? ഹലാലായിട്ട് കച്ചവടം ചെയ്തൂടെ? നല്ല ഇടി കിട്ടായിരിക്കുമല്ലോ ആഖിറത്തിൽ. ഇവിടെ നിന്ന് പറഞ്ഞാൽ മൊയ്ലിയാക്കന്മാർ കണ്ട് ഇടി കിട്ടാൻ നോക്കിയിരിക്കുക നാട്ടുകാർ, ഒന്ന് കണ്ട് ചിരിക്കാൻ. അവനെ കൊടറ, അവനെ കൊണിച്ചിരിച്ചാണ്ടോടെ കൊടു ആന, അല്ലാതെ പാവം പിടിച്ചവനൊന്നും ചെയ്യല്ല അല്ല എന്ന് പറയാൻ പോലും ആരുമില്ലല്ലോ. അടച്ചവൻ വാട്സാപ്പിനകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമ്പോൾ അവൻ ആവശ്യം തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, നല്ല കൊടുക്കണം അല്ലേ? അങ്ങനെ ആഗ്രഹിക്കരുത്. ഒരാൾക്കൊരു വിഷമം വരാൻ നമ്മൾ പറയരുത്. എന്നെക്കുറിച്ച് എത്രയോ പേര് മോശമായിട്ട് പറയും. പറയട്ടെ, അവനും അള്ളാഹ് ആയിക്കോട്ടെ, നമ്മളെന്തിനാ പറയാൻ പോകുന്നത്?
അവനും അല്ലാഹും ആയിക്കോട്ടെ, പടച്ചവനാണ് തീരുമാനിക്കുന്ന റബ്ബ്. നമ്മൾ പരിശുദ്ധമായ ഖുർആനും ഹദീസും മുതൽ സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. വാട്സപ്പിലൂടെയൊക്കെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വളരെ വിഷമമായിട്ട് എനിക്ക് കേൾക്കേണ്ടി വന്നു. വളരെ വളരെ നികൃഷ്ടമായ നിലയിൽ ചില ഹദീസുകൾ എടുത്തുകൊണ്ട് ഞാൻ ചില ആയത്തുകളും ഹദീസുകളും സംഭവങ്ങളും പറഞ്ഞതിനെ നികൃഷ്ടമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ചില വാട്സപ്പുകൾ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഭാഷ കേട്ടിട്ട് മലപ്പുറംകാരാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് അവിടെ പോയി ഞാൻ കൊടുത്തോളാം, നല്ല കേസ് ഞാൻ കൊടുത്തോളാം. സംഭവം വളരെ നികൃഷ്ടമായിട്ട് ഒരാളെ ഒരു നികൃഷ്ടമായ ഭാഷ കേൾപ്പിക്കാൻ ആരാണോ അതിന് തയ്യാറായത്, ആ അറബി മണ്ണിൽ നിന്ന് ഈ മുഴുവൻ പേരും ആയിരങ്ങളും പതിനായിരങ്ങളും കേൾക്കുന്നതിൻ്റെ മുഴുവൻ ശിക്ഷ അവൻ അനുഭവിച്ചേ ചാവത്തുള്ളൂ, ശൈത്താൻ ആരായാലും. ഹദീസ് ഓതിയിട്ടാണ് നമ്മൾ പറഞ്ഞത്, ആ ഹദീസിനെ നികൃഷ്ടമായിട്ട് കാണുന്നു, ഹദീസിനെ നിന്ദ്യമായിട്ട് അവൻ കാണുന്നു. അതാരായാലും ശരി, അല്ല ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരും. ഒരു നന്മയ്ക്ക് വേണ്ടി. ഇപ്പം ഞാനിപ്പോൾ ഒരു വ്യഭിചാരം ഹറാമാണെന്ന് പറഞ്ഞു, ഞാൻ വ്യഭിചരിക്കുന്നു, അതിൻ്റെ പേരിൽ ഞാനും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷേ ഈ ഉമ്മത്തിനെ മുഴുവനും നമുക്ക് അതിൻ്റെ പേരിൽ അയാളെ പറഞ്ഞ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഉമ്മത്തിനെ മുഴുവനും നമ്മൾ അങ്ങനെ പറയാം, അത് തെറ്റല്ലേ? അത് വാട്സപ്പിലൂടെ വെറും വൃത്തിഹീനമായ നിലയിൽ എത്ര പെണ്ണുങ്ങൾ കേൾക്കും, എത്ര ആണുങ്ങൾ കേൾക്കും, നാട്ടിലുള്ളവർ മുഴുവൻ കേൾക്കും. ആ മീലിയാർ അവൻ്റെ അയാൾക്ക് ഇത് പറയാൻ വഴിയില്ല, അയാൾക്ക് വരെ അത് ഏത് ബെഡായി അടിച്ചുവിടുക, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത വാക്കുകൾ, എത്ര നെറികെട്ട വാക്കുകളാണ് പറയാം. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം. ഇതൊക്കെയാണ് സംഭവം. വേറെ ഒരു ജോലിയില്ല. ഇവനൊന്നും ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാത്തതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആവശ്യമില്ലാതെ അത് നമ്മൾ ഫോർവേഡും ചെയ്യരുത്, അത് നമ്മൾ മറ്റൊരാളെ കേൾപ്പിക്കുകയും ചെയ്യരുത്. അതാണ് വേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇമാമിനോട് ചോദിക്കും, മുഅദ്ദിനോട് ചോദിക്കും, മുതഅല്ലിമീങ്ങളോട് ചോദിക്കും, പ്രസിഡന്റിനോട് ചോദിക്കും, സെക്രട്ടറിയോട്, കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കും, നിസ്കരിക്കാൻ വരുന്നവരോട് ചോദിക്കും, എല്ലാവരോടും ചോദ്യമുണ്ട്. ആരും രക്ഷപ്പെടാൻ പറ്റൂല. ഭയങ്കര പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഹിസാബിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നബിയെ, അള്ളാഹ് പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലഘുവായിട്ട് വിചാരണ ചെയ്യുമെന്ന് അള്ളാഹ് പറഞ്ഞല്ലോ, പിന്നെന്തിനാ ഇവരെ ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആയിഷ, ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ വെറുതെ ഓരോരുത്തരുടെ ഗ്രന്ഥം എടുത്ത് വെച്ചിട്ട് അള്ളാഹ് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ വിടലാണ്. ചില പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ച് എമിഗ്രേഷനിലൊക്കെ പോകുമ്പോഴേ ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് വലിയ എത്ര പഠിച്ച സ്കൂളിലെടുത്ത് എന്താ ജോലി, എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ന്യായമൊന്നും പറയാതിരുന്ന അതെല്ലാം പറഞ്ഞാൽ ആ ശരിയെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ അടിച്ചു വിടും. കൂടുതൽ ന്യായം പറയാമെന്ന് അമ്മമാർ അങ്ങോട്ടും മറിച്ച് അവിടെ മറിച്ചുകൊണ്ട് വെച്ച് രജിസ്റ്ററുണ്ടോ അതുണ്ടോ ഇതുണ്ടോ അതിനകത്തോട്ട് കുത്തിയിട്ട് ആകെ ഇടങ്ങാറായി നമ്മളെ പോയി അങ്ങോട്ട് മാറുന്നില്ല, ഇപ്പോഴേ പോകേണ്ട വരട്ടെ തീർന്ന കുടുങ്ങി. ഇപ്പം പിന്നെ വേർക്കാൻ തുടങ്ങും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളെ ചോദിക്കാൻ നിന്നാൽ അവനെ രക്ഷപ്പെടാൻ പറ്റില്ല ആയിഷ. പക്ഷേ ഈ ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏടൊക്കെ നോക്കിയിട്ട് മറിച്ച് നോക്കിയിട്ട് യാ അള്ളാഹ് പോട്ടെ എന്ന് പറഞ്ഞു വിടാം, അവൻ്റെ ഔദാര്യാണ്. അതാണ് അള്ളാഹ് ലഘുവായ വിചാരണ എന്ന് പറഞ്ഞത്. പക്ഷെ അതും അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. അതിൽ വല്ല അപാകതകളും ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം. പക്ഷെ ആരാൻ്റെ ഹക്ക് അടിച്ചു മാറ്റി മോഷ്ടിച്ചു അത് മടക്കി കൊടുക്കാതെ ഖബർ മുതൽ എൻ്റെ പൊന്നുമോനെ തങ്ങളുപ്പാപ്പ വന്ന് എൻ്റെ മയ്യത്ത് സ്കരിച്ചെന്ന് പറഞ്ഞാലും രക്ഷയില്ല. പ്രതീക്ഷിക്കുക വേണ്ട, ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. എത്ര പേര് നിനക്കോട് ദുആ ചെയ്താലും പ്രതീക്ഷിക്കുക വേണ്ട. കാരണം എന്താ? ഹക്ക്, ആരാന്റെ ഹക്ക് നിന്റെ ശരീരത്തിലുണ്ട്, അത് കൊടുത്തു വീട്. സ്വർഗത്തിൽ കയറാൻ പറ്റൂലല്ലോ. ഒരു മഹാനവറുകൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ അനുയായികളെ അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. അവർ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു നിങ്ങളോട് എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിയത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ഖൈറാ ഇല്ല അന്നി മഹ്ബൂസുൻ ബിബ്റാ ഇസ്തഅർതുഹാ വലം അറുദ്ദഹാ ഇലൈഹി. പക്ഷേ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് സഹോദരങ്ങളെ. കാരണം എന്താണ്? ബിബ്റത്തിനൊരു മുട്ടുസൂചിയുടെ പേരിലാണ്. അത് അയൽപക്കത്ത് നിന്ന് ഞാനത് കടം വാങ്ങി, ഫലം അറുദ്ദഹാ ഇലൈഹി, അത് മടക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയി. അതിന്റെ പേരിൽ അന്നി മഹബൂസുൻ അനിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഞാൻ ബുദ്ധിമുട്ടുകയാണ്. നല്ല മനുഷ്യൻ 60 വർഷക്കാലം അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് എടുത്തൊരു മനുഷ്യനാണ്. കൂടുതൽ ഭക്ഷണം കഴിക്കൂല അള്ളാഹെ പേടിച്ചിട്ട്, ഉറക്കമില്ല അള്ളാഹെ പേടിച്ചിട്ട്, 60 വർഷക്കാലം മെത്തയിൽ പോലും ഉറങ്ങിയിട്ടില്ല അള്ളാഹെ പേടിച്ചിട്ട്. അങ്ങനെ പേടിച്ച ഒരു മനുഷ്യൻ മരിച്ചുപോയി. ഖബറിനകത്ത് കിടക്കുന്നു. കൂട്ടുകാരെ സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെയുണ്ട് ഖബറിൽ നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ, അന്നി മഹബൂസുൻ അനിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്നില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. കാരണം എന്താ? ഇബ്റത്തിൻ, അയൽപക്കത്തു നിന്നൊരു സൂചി ഞാൻ കടം വാങ്ങിയത് മടക്കി കൊടുക്കാൻ മറന്നുപോയി. ആ ഒരൊറ്റ കാരണത്താൽ. നമ്മൾ സൂചിയാണോ നൂലാണോ എടുത്തത്? കമ്പിപ്പാര അടിച്ചു മാറ്റിയത്. കമ്പിപ്പാര, നൂലും സൂചിയൊന്നും അല്ല, കമ്പിപ്പാര. എവിടെ കൊണ്ട് തീർക്കും ഇത്?
ഇതെവിടെ കൊണ്ട് തീർക്കും? സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അള്ളാന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഹൂർലിങ്ങളെ കാണാൻ പറ്റുമോ? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കടം വിട്ടുന്നല്ലോ വല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക്? എൻ്റെ വാപ്പാടെ കടം മൊത്തം എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ മയ്യത്തിൻ്റെ അരികെ വന്ന് ഇന്ന് പറയും, എൻ്റെ വാപ്പിച്ചാടെ വല്ല കടം ഇടപാടുകളുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൊള്ളാം, അഞ്ഞ വാ പള്ളിയിൽ നിൻ്റെ വാപ്പ 1.25 ലക്ഷം അടിച്ചു മാറ്റി മര്യാദ കയറാന്ന് പറയും. അതെനിക്കറിയത്തില്ല, അതുകൊണ്ട് വാപ്പാടുത്ത് പോയി ചോദിച്ചോ എന്ന് പറയും. അത് തെളിവൊന്നുമില്ല, അടിച്ചു മാറ്റി, നീ വെറുതെ ആരോപിക്കുകയാണ്. മക്കൾ അടയ്ക്കുമോ സുഹൃത്തെ? മക്കൾ അടയ്ക്കുമോ? ഉദാഹരണം പറഞ്ഞാൽ ആരടയ്ക്കാനാ? ഇതൊക്കെ ചുമ്മാ പറച്ചിലടക്കമുള്ളൂ. പള്ളി മയ്യത്തിൻ്റെ മുന്നേ വെച്ച് ഞാൻ അടച്ചോളം, എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോളി, നിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോളി എന്ന് പറഞ്ഞാൽ 3-ാം പത്തി കഴിഞ്ഞ് എല്ലാവരും ചെമ്പുമായിട്ട് വരും, വെറുതെ പൈസ എന്നും പറഞ്ഞിട്ട്. ഇവെന്ത് ചെയ്യും? പിന്നെ പറയേണ്ട ഒരു ബാധ്യത എന്നല്ല അങ്ങ് പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പാൻ്റെ ഖബർ സന്തോഷമാണെങ്കിൽ ആ മക്കൾ ആ ഹക്കിടപാട് തീർക്കണം. അതിൻ്റെയൊക്കെ ഒരുപാട് അതിഥിയാണ്. അതായത് ഞാൻ ആ തേവലക്കറിൽ അവിടെ പ്രസംഗിച്ചപ്പം ഞാൻ പറഞ്ഞത് 3 കടമകൾ. ഒന്ന് ഹുക്കൂഖുള്ള, അള്ളാഹയോടുള്ള കടമ, ഇസ്ലാമിൻ്റെ കടമകളാണ്. 2 ഹുക്കൂഖുൽ ഇബാദി ഫിൽ മുആമല, ഇടപാട് കൊടുക്കൽ വാങ്ങലിലെ കടമകൾ. അത് ഒരുപാടുണ്ട് ഹദീസ്, അതൊരു ദിവസം അത് പറയണം. 3-ാമത് ഹുക്കൂഖുൽ ഇബാദി ഫിൽ മുആശറ, ഈ ഇരിക്കുന്ന കുടുംബിനികളുമായുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാര്, അയൽവക്കക്കാര്, രക്തബന്ധുക്കൾ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധങ്ങൾ സുദൃഢമാകണം. ഈ 3 ബന്ധങ്ങൾ റെഡിയായെങ്കിലേ നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഇല്ല എങ്കിൽ പറ്റൂല. നിസ്കാരമൊക്കെ എല്ലാവരും അങ്ങ് നടത്തും, ഭയങ്കരമായിട്ട് ഉഷാറായിട്ടൊക്കെ നിസ്കാരമൊക്കെ നടത്തും, അതൊക്കെ സംഭവം ശരി തന്നെ, അതൊക്കെ ഇരിക്കട്ടെ, അത് അല്ലായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ ഹക്കിടപാടുകളും രക്തബന്ധങ്ങളും തമ്മിലുള്ള ഇടപാടുകളും അതൊക്കെ നമ്മൾ പൂർത്തീകരിച്ചു കൊണ്ട് വേണം നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറാകാൻ. ഗൾഫിലേക്ക് പോയി അറബിയുടെ പൈസ അറിയാതെ അടിച്ചു മാറ്റി കൊണ്ടുവന്നു, അത് മടക്കി കൊടുക്കണം. അല്ലെങ്കിൽ മൂപ്പിലാനെ വിളിച്ച് നമ്മളൊരു പൊരുത്തം വാങ്ങണം. അറബിയിൽ എവിടുന്നെങ്കിലും വിളിച്ചാൽ മതി, ഒരു പൊരുത്തം വാങ്ങിയാരെ ഞാൻ ഞാൻ അറിയാതെ അന്ന് എടുത്തു പോയി, യാഹി വഅഫ്വന്നി, എനിക്ക് നീ പൊരുത്തപ്പെട്ട മാലിഷ് യാഹി അള്ളാഹി ഖല്ലിക്ക് മാലിഷ് അള്ളാഹ് റഹം വാലിദൈക യാഹി പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് മാലിഷ് ഇൻഷാ അല്ലാഹ് യാ അല്ലാഹ് ഖല്ലി യാ അല്ലാഹ് എന്നവൻ പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. അങ്ങനെ മാലിഷ് നിനക്ക് മാപ്പ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. പൊരുത്തം വാങ്ങിക്കോ. ഇല്ല എങ്കിൽ നീ അവനോട് പോയി പൊരുത്തം വാങ്ങണം, ചോദിച്ചു വാങ്ങണം. ഇല്ലെങ്കിൽ എൻ്റെ പൊന്നു സഹോദരനെ സ്വർഗത്തിൽ പോയി രക്ഷപ്പെടാൻ പറ്റൂല. അതീതികളൊക്കെ വേറെ ഉണ്ട്, നമ്മൾ ഉറക്കം കിട്ടുമോ, അതുകൊണ്ട് ഞാനൊന്നും ഇനി പറയുന്നില്ല. അതൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നങ്ങളാണ് സംഭവം. അപ്പോൾ 1 രൂപയോ ഒരു മുട്ടുസൂചി, അതിനപ്പുറത്ത് ചെറിയ സാധനം വരെയതല്ല, അതുപോലെ നമ്മൾ എടുത്തു മാറ്റിയാൽ സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വീട്, പള്ളി അത് വൃത്തിയാക്കണം. നമ്മൾ പല പള്ളികളിലും ചെലന്തി വല പിടിച്ച് കിടക്കുകയാണ്. അള്ളാഹുവേ, അത് മുസല്ല നിസ്കരിക്കുക മൊത്തം പൊടിയാണ്. അങ്ങോട്ട് സുജൂദ് വെച്ചാൽ ഒരു സുജൂദിന് തലയങ്ങോ നെറ്റി അങ്ങോട്ട് വെച്ചാൽ ഒരുമാതിരി മണപ്പുറത്ത് പോയിട്ട് കടപ്പുറത്ത് പോയിട്ട് സുജൂദി തലയ്ക്ക് വെക്കുന്ന പോലെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പൊടിയാണ്. അതൊക്കെ ഒന്ന് അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കണം. ബാത്റൂമുകൾ എല്ലാ വെള്ളിയാഴ്ച രാവ് കമ്മിറ്റിക്കാരടക്കം ബാത്റൂം ഒന്ന് കഴുകണം. കമ്മിറ്റിക്കാരൊക്കെ വിളിച്ചു കൂട്ടണം, ഒന്ന് കഴുകണം. പള്ളിയുടെ മയ്യത്ത് ശ്മശാനം അതൊന്ന് വൃത്തിയാക്കണം. കാടുകളൊക്കെ എടുത്തു മാറ്റി ഒന്ന് വൃത്തിയാക്കണം. വലിയ കാടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതൊക്കെ പള്ളിയുടെ ഉത്തരവാദിത്തം. ചെറുപ്പക്കാരുണ്ട്, അവരൊക്കെ വിളിക്ക്, കൂലി കിട്ടും, അള്ളാന്റെ കൂലിയാ. എന്താ വലിയ കൂലി? പള്ളി വൃത്തിയാക്കിയാൽ, പള്ളിയിൽ കിടക്കുന്ന മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കൂലി ഹൂറുല്ലിങ്ങളെ അള്ളാഹ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും, ഫ്രീ ആയിട്ട്. മഹ്റ, മനസ്സിലായ? ഇവിടെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ 50 ഗ്രാം കൊടുക്കണം, 35 ഗ്രാം കൊടുക്കണം. 35 ഗ്രാം മഹറിന് സലീനായ ഞാൻ കല്യാണം കഴിച്ച് തൃപ്തിപ്പെട്ടു, അൽ-ഫാത്തിഹ. അത് ഇവിടുത്തെ ഓഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ട് 35 ഗ്രാം കൊടുക്കണം. അവിടെ അല്ല ഹൂർലിയ സാധനം, തിളങ്ങും ഇങ്ങനെ. അവിടുന്ന് വരുന്നാണ്ട മുത്ത് വരുന്ന പോലെ. അള്ളോ പടച്ചവനെ റബ്ബെ, ഇതെനിക്ക് എത്ര റിയാൽ കൊടുത്താൽ കിട്ടും, എത്ര ദിർഹം കൊടുക്കണം അല്ലാ, ഞാൻ എത്ര സ്വർണം കൊടുക്കണം അല്ലാ. നീ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പള്ളിയിലെ ഹൗള് കഴിയതിൻ്റെ ഫോട്ടോ അല്ലാ അവിടെ കൊണ്ടുവരും. പഴയ CD മങ്ങിയതായിരിക്കും, കാരണം 1922 കഴിയതാണ്. അതിങ്ങനെ നീ ഒറ്റക്കിടന്ന് കഷ്ടപ്പെട്ട് കഴുകുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഹൂറിലിങ്ങൾ അള്ളാഹ് എനക്കങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചിരുന്നു. അതാണ് മഹർ. ബാത്റൂം കഴുകുന്നു ഒരു ചങ്ങാതി, ഒരു ചെറുപ്പക്കാരൻ ബാത്റൂം കഴുകി വൃത്തിയാക്കി ഇടുന്നു. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. ഡിഗ്രിക്ക് പഠിക്കുന്നവനാണ്, ചെറുപ്പക്കാരനാണ്, വാട്സപ്പായിട്ട് കളിക്കേണ്ടവനാണ്. നോക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്ന് കക്കൂസ് കഴിവ്, എന്നിട്ടാകുമ്പോൾ ഉടനെ ഒരു സെൽഫി എടുത്ത് കക്കൂസ് ചെയ്യുന്നതുകൊണ്ട് ബ്രഷും പിടിച്ചുകൊണ്ട് സെൽഫി എടുത്തിട്ട് ഉടനെ എടുത്താൽ കിടും. സംഭവം അതല്ലേ സഹിക്കാത്ത. കഴുകി അള്ളാഹ്ക്ക് വേണ്ടി കഴുകി നീ ദുആരുന്ന് പോലല്ല ചെയ്തത്. ഉടനെ അവിടെ ഞാൻ തന്നെ കക്കൂസ് എഴുതുന്നുണ്ട്, അതിൽ ആവശ്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുത്ത് വിടുകയാണ്. എന്ത് ചെയ്യുന്ന നന്മയും നമ്മൾ ഉടനെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ഇടാം. അതോടുകൂടി ആമൽ അങ്ങോട്ട് പോയില്ലേ? അപ്പം നമ്മളതൊക്കെ കഴുകി വൃത്തിയാക്കി. ഒരു ചെറുപ്പക്കാരൻ സുബൈക്ക് മുമ്പേ വന്ന്, അല്ലെങ്കിൽ ഇഷ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഒറ്റയ്ക്ക് ആരും കാണാതെ കഴുകി വൃത്തിയാക്കി, ആർത്തും പറഞ്ഞില്ല.
അള്ളാഹ് അത് ഇഷ്ടപ്പെട്ട ആ പറന്നു വരുന്ന ഹോറിയെ ഇങ്ങോട്ട് പിടിച്ചിട്ട് നിന്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിക്കും. അള്ളാഹ് മഹറൊന്നും വേണ്ട, മഹർ ആ 22 രൂപയുടെ ബ്രഷ് നിങ്ങളുടെ നാട്ടിലത്തെ അതാ മഹർ, വയ്ക്കോ വേണ്ടി വിട്ടോളം പറയും. നാളെ മുതൽ എടുത്തോ ഓരോ ബ്രഷ്. അൽഹംദുലില്ലാ ഹോറികളെ വേണമെങ്കിൽ ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ കഴിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ബുക്കിംഗ് കാണും ഇഷ്ടം പോലെ. അപ്പം അതുകൊണ്ട് എടുത്ത ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. നല്ലതാണ്. അള്ളാഹ് തൗഫീക്ക് തരട്ടെ, അള്ളാഹ് തൗഫീക്ക് തരട്ടെ. അള്ളാഹ് ഇത്രയും പ്രസംഗം 2 മണിക്കൂറായി, ഞാൻ അറിഞ്ഞില്ല സംഭവം ഇങ്ങനെ അങ്ങ് പോയത്. പള്ളിയിലെ കാര്യമൊന്നും പറഞ്ഞാൽ ഇനിയും തീരുമില്ല, ഇനിയും നിൽക്കുകയൊന്നുമില്ല. അത് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പാവപ്പെട്ട ചെറുപ്പക്കാർ കുട്ടികൾ സംഘടിപ്പിച്ച മർഹബ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അവർ പറഞ്ഞൊരു 150ഓളം ക്യാൻസർ രോഗികൾ ഇവിടെ ഉണ്ട്. കേട്ട ഭയങ്കര വിഷമമായിപ്പോയി. ഒരു അസ്മാഉൽ ഹുസ്ന ഓതി ദുആ ചെയ്യണം കേട്ടോ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരോടും ഞാൻ പറയുന്നു. അസ്മാഉൽ ഹുസ്ന 16 കാര്യങ്ങളുണ്ട്. ഇപ്പം പ്രസംഗിക്കാനൊന്നും പറയല്ലേ, 16 കാര്യം. അതെവിടെയെങ്കിലും നമുക്ക് പ്രസംഗിക്കാം ഇൻഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ നാമം അതറിയണം, അതെന്താന്നുള്ളത് അറിയണം. ചിത്രപാടിയ അസ്മാഉൽ ഹുസ്നയെ നമുക്കറിയാവും, അല്ലാതെ കണ്ട് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന എന്താണ് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാഉൽ ഹുസ്ന ഓതി ദുആ ചെയ്യുമായിരുന്നു. ആ ദുആ തട്ടിക്കളയുകയില്ല. അസ്മാഉൽ ഹുസ്ന അള്ളാഹിൻ്റെ പേരിൽ ഏതെങ്കിലും 1-2 പേരോ ദുആ ചെയ്ത് യാ ഹയ്യു യാ ഖയ്യൂം അൻതല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് മതി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് കയറി വരുന്നു. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ ഫസമിഅ റജുലൻ യഖൂൽ, ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് ദുആ ചെയ്യുന്ന അല്ലാഹു റസൂൽ കേൾക്കുന്നു. എന്താ അദ്ദേഹത്തിന്റെ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ ഇന്നി അശ്ഹദു അൻത അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലീ ദുനൂബി. അല്ലാഹുവേ പടച്ചവനെ, നീ അല്ലാതെ ഒരു ഇലാഹില്ല, നീ ജനിച്ചിട്ടുമില്ല ജനിക്കപ്പെട്ടിട്ടുമില്ല, നിനക്ക് സമന്മാർ ആരുമില്ല അല്ലാഹ്. ഞാനത് സാക്ഷ്യം വഹിക്കുന്നു പടച്ചവനെ, നിന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹ്. നിന്റെ ഈ നാമം കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കേട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഖദ് ഗുഫിറ ലഹു ഖദ് ഗുഫിറ ലഹു ലഖദ് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖദ് സഅൽതല്ലാഹ ബിഅസ്മാഇഹിൽ ഹുസ്ന. ഏയ്, എൻ്റെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. നീ ചോദിച്ചത് അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ടാണ്. അള്ളാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. ഇദാ ദുഇയ ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅത. ആരെങ്കിലും ആ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ചോദിച്ചാൽ തീർച്ച മറുപടി ലഭിക്കും. ആരെങ്കിലും അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരം കിട്ടും. ഖദ് ഗുഫിറ ലഹു, അവൻ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി.